Good day all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അനാലിസിസ് ഓഫ് വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ. YIJ ഡിനോട്ട് ചെയ്യുന്നത് ജെയ്ത്ത് ഒബ്സർവേഷൻ ഇൻ ദ ith ലെവൽ ഓഫ് ഫാക്ടർ എ ആണ്. ക്യാപിറ്റൽ YIJ ഡിനോട്ട് ചെയ്യുന്നത് കറസ്പോണ്ടിങ് റാൻഡം വേരിയബിൾ ആണ്. നമ്മളൊരു അസംഷൻ നടത്തുന്നു. YIJ ഈസ് ഇക്വൽ ടു മ്യൂ പ്ലസ് TI പ്ലസ് EIJ. മ്യൂ എന്ന് പറയുന്നത് ജനറൽ മീൻ എഫക്റ്റ് ആണ്, അത് ഫിക്സ്ഡ് ആണ്. TI എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ith ലെവൽ ഓഫ് ഫാക്ടർ. ith ലെവൽ ഓഫ് ഫാക്ടറിൻ്റെ എഫക്റ്റാണ് TI എന്ന് പറയുന്നത്. EIJ എന്ന് പറയുന്നത് ഇറർ കമ്പോണൻ്റ് ആണ്, അത് റാൻഡം വേരിയബിൾ ആണ്. അത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ഐഡൻറ്റിക്കൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് നോർമൽ 0 സിഗ്മ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഈ YIJ ഈസ് ഇക്വൽ ടു മ്യൂ പ്ലസ് TI പ്ലസ് EIJ എന്നാണ് മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ. ഓക്കെ, വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റയുടെ മാത്തമാറ്റിക്കൽ മോഡലാണ് YIJ ഈസ് ഇക്വൽ ടു മ്യൂ പ്ലസ് TI പ്ലസ് EIJ. ഇവിടെ നമ്മൾ മ്യൂവിൻ്റെയും TIയുടെയും എന്ത് കണ്ടുപിടിക്കുന്നു? എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നു. അതെന്താ നമുക്ക് നോക്കാം. അതായത് YIJ is equal to YIJ is equal to എന്താണ് വരും? മ്യൂ പ്ലസ് TI പ്ലസ് EIJ. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ K ലെവൽസ് ഉണ്ടെന്ന്. അത് ഫാക്ടറിന് ഫാക്ടർ എക്ക് K ലെവൽ, അതായത് I is equal to 1, 2, etc. K. അത് J എന്ന് പറയുന്നത് ഈ K ലെവലിന് NI ഒബ്സർവേഷൻ ഉണ്ട്. അതായത് NI ഒബ്സർവേഷൻ ഉണ്ട്. ഈ NI ഒബ്സർവേഷൻ ഉണ്ടെന്നാണ് എടുക്കുന്നത്. അതായത് ഈ ഫാറ്റിൻ്റെ ith ലെവലിന് NI ഒബ്സർവേഷൻ ഉണ്ടെന്ന രീതിയിലാണ് എടുക്കുന്നത്. I എന്ന് പറയുന്നത് K ലെവലുണ്ട്, 1, 2, etc. ഒക്കെ ഇവിടെ നമ്മൾ ith ലെവലിൽ NI ഒബ്സർവേഷൻ ഉണ്ടെന്ന രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് EIJ എന്ത് കിട്ടും? EIJ ഈസ് ഇക്വൽ ടു YIJ മൈനസ് മ്യൂ മൈനസ് TI. EIJ ഈസ് ഇക്വൽ ടു YIJ മൈനസ് മ്യൂ മൈനസ് TI. ഓക്കെ, നമ്മൾ E ഈസ് ഇക്വൽ ടു സമ്മേഷൻ IJ EIJ സ്ക്വയർ എടുക്കുന്നു. സമ്മേഷൻ IJ EIJ സ്ക്വയർ എടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ IJ എന്നെടുക്കാം YIJ മൈനസ് മ്യൂ മൈനസ് TI. ഓക്കെ, ദ ഹോൾ സ്ക്വയർ. ഇതിന് ഈ EA പറഞ്ഞ പേരാണ് ഇറർ സം ഓഫ് സ്ക്വയർ. ഇറർ സം ഓഫ് സ്ക്വയർ എന്ന് പറയും. ഈ ഇറർ സം ഓഫ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് മ്യൂവിൻ്റെയും TIയുടെയും എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കും. അതായത് നമ്മളിവിടെ മ്യൂവിൻ്റെയും TIയുടെയും എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത് ബൈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടാണ്. അതായത് മിനിമൈസ് ദി ഇറർ സം ഓഫ് സ്ക്വയർസ്. അതായത് എന്താണ്? ഡോ ഇ ബൈ ഡോ മ്യൂ ചെയ്യും. അതുപോലെ തന്നെ ഡോ ഈസിക്കറ്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡോ ഇ ബൈ ഡോ TI ചെയ്യും. അതായത് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യും EA വിത്ത് റെസ്പെക്ട് ടു ഈച്ച് മ്യൂ ആൻഡ് TI. അത് ഡോ ഇ ബൈ ഡോ മ്യൂ ഈസിക്കൽ ടു 0 ചെയ്യും. അതുപോലെ തന്നെ ഡോ ഇ ബൈ ഡോ TI ഈസിക്കൽ ടു 0 ചെയ്യും. അത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് മ്യൂവിൻ്റെയും TIയുടെയും എന്ത് കണ്ടുപിടിക്കുന്നത്? എക്സ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ EA പറഞ്ഞ പേരാണ് ഇറർ സം ഓഫ് സ്ക്വയർസ്. ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു സമ്മേഷൻ IJ YIJ മൈനസ് മ്യൂ മൈനസ് TI. ഈ മ്യൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഇൻറ്റു മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇംപ്ലൈസ് ഈ 2ഉം -1ഉം കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അത് 0 ആയിട്ട് മാറും. അത് സമ്മേഷൻ IJ YIJ മൈനസ് മ്യൂ മൈനസ് TI ഈസ് ഈക്വൽ ടു കിട്ടും 0. നമ്മൾ സമ്മേഷൻ IJ എന്ത് ചെയ്യുന്നു? അകത്ത് കൊടുക്കുന്നു. എന്ത് കിട്ടും? സമ്മേഷൻ IJ YIJ മൈനസ് സമ്മേഷൻ IJ മ്യൂ മൈനസ് സമ്മേഷൻ IJ TI ഈസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ
ഐ ജെ ബൈ ഐ ജെ എന്ന രീതിയിലാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ജെ മ്യൂ മൈനസ് സമ്മേഷൻ ഐ ജെ ടി ഐ എന്ന് കിട്ടും. അപ്പം നമുക്ക് സമ്മേഷൻ ഐ ജെ വൈ ജെ നിന്ന് സമ്മേഷൻ ഐ ജെ മ്യൂ മൈനസ് സമ്മേഷൻ ഐ ജെ ടി ഐ എന്ന് കിട്ടും. നമ്മൾ ഡോ ഇ ബൈ ഡോ മ്യൂ ചെയ്തപ്പം ഈ രീതിയിലാണ് കിട്ടിയത്. ഓക്കെ, അതായത് എന്താണ് ഡോ ഇ ബൈ ഡോ മ്യൂ ചെയ്തപ്പം നമുക്ക് കിട്ടിയത് എന്താ കിട്ടിയത്? സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ജെ മ്യൂ, ഓക്കെ മ്യൂ ആണ്, മ്യൂ പ്ലസ് സമ്മേഷൻ ഐ ജെ ടി ഐ എന്ന് കിട്ടി. ഇനി നമ്മൾ ഡോ ഇ ബൈ ഡോ ടി ഐ എന്ന് നമുക്കറിയാം. ഇ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമുക്ക് സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ മൈനസ് മ്യൂ മൈനസ് ടി ഐ ദ ഹോൾ സ്ക്വയർ ആണ് എന്ത്? ഇനി നമുക്ക് എന്തെങ്കിലും ഡോ ഇ ബൈ ഡോ ടി ഐ ചെയ്യണം ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇവിടെ നമ്മൾ ടി ഐ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ ടേം എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു സമ്മേഷൻ ഐ ജെ ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം സമ്മേഷൻ ഐ ജെ മീൻസ് സമ്മേഷൻ ജെ. അപ്പം സമ്മേഷൻ ഐയുടെ ടേം എന്ത് ചെയ്യത്തില്ല, ഇവിടെ വിടത്തില്ല. പകരം സമ്മേഷൻ ജെ മാത്രമേ വരത്തുള്ളൂ. ഒരു വൈ ഐ ജെ മൈനസ് മ്യൂ മൈനസ് ടി ഐ ഡിഫറൻഷ്യേറ്റ് ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു 0. 2ഉം -1ഉം പോയിട്ട് നമുക്ക് കിട്ടുന്നത് സമ്മേഷനകത്ത് കൊടുത്തു. ബാക്കി സമ്മേഷൻ ജെ വൈ ഐ ജെ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് മ്യൂ ഐ ടി ഐ സമ്മേഷൻ കൊടുത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ എന്തെങ്കിലും സമ്മേഷൻ ജെ മ്യൂ പ്ലസ് സമ്മേഷൻ ജെ ടി ഐ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സമ്മേഷൻ ജെ വൈ ഐ ജെക്ക് നമ്മളെന്ത് കൊടുക്കുന്നു, ടി ഐ എന്ന് കൊടുക്കുന്നു. ഇനി അതുപോലെ സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. സമ്മേഷൻ ജെ വൈ ഐ ജെ എന്താണ്, ടി ഐ ആണ്. ഓക്കെ, അപ്പം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതായത് സമ്മേഷൻ ഐ സമ്മേഷൻ ജെ ആണ് ഉദ്ദേശിക്കുന്നത്. സമ്മേഷൻ ഐ ജെ ഉദ്ദേശിക്കുന്നത് സമ്മേഷൻ ഐ സമ്മേഷൻ ജെ. അപ്പം എഴുതാം സമ്മേഷൻ ഐ സമ്മേഷൻ ജെ വൈ ഐ ജെ ന് ടി ഐ. അപ്പോൾ സമ്മേഷൻ ഐ ടി ഐ എന്നുള്ളത് നമ്മൾ ജി എന്ന് കൊടുക്കുന്നു. അതായത് ടോട്ടൽ സം ജി ഗ്രാൻഡ് ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത്, ജി എന്ന് കൊടുക്കുന്നു. ഇനി സമ്മേഷൻ എൻ ഐ എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നു, എൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ എന്ന് പറയുന്നത് എന്താണ്, ജി ഈസ് ഈക്വൽ ടു അടുത്തത് സമ്മേഷൻ ഐ ജെ മ്യൂ മ്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഐ ജെ എന്ന് പറയുമ്പോൾ എന്താണ് മൊത്തത്തിലുള്ള സം വരും, അതായത് എൻ ടേം വരും. ഓക്കെ, സമ്മേഷൻ ഐ ജെ എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുമ്പോൾ 1 to etc കെയും ജെ എന്ന് പറയുന്നത് 1 to etc എൻ. ഓക്കെ, അപ്പോൾ അത് സമ്മേഷൻ എൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ എൻ മ്യൂ എന്ന് വരും. പ്ലസ് സമ്മേഷൻ ഐ ജെ ടി ഐ അതായത് നമുക്ക് അങ്ങനെ എഴുതാം സമ്മേഷൻ ജെ സമ്മേഷൻ ഐ ടി ഐ. ഓക്കെ, സമ്മേഷൻ ജെ എന്ന് പറയുമ്പോൾ ജെ ഇസ് ഈക്വൽ ടു 1 to etc എൻ ഐ. അപ്പോൾ എന്ത് എഴുതാം, എൻ ഐ ഇൻറ്റു എൻ ഐ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം കൂടെ എഴുതാം എൻ ഐ ഇൻറ്റു സമ്മേഷൻ ഐ ടി ഐ എന്ന് വരും. ഓക്കെ,
സമ്മേഷൻ ജെ എൻ ഐ വരെ ഉണ്ട്. സമ്മേഷൻ ജെ ഇസ് 1 to etc എൻ ഐ. അപ്പം സമ്മേഷൻ ഐ എൻ ഐ ടി ഐ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അതുപോലെ രണ്ടാമത്തത് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ജെ വൈ ഐ ജെ എന്ന് കൊടുക്കുന്നത് ടി ഐ ഈസ് ഇക്വൽ ടു, ഇനി അടുത്തത് സമ്മേഷൻ ജെ മ്യൂ എത്രയാണ്? 1 to etc എൻ ഐ. അപ്പം എൻ ഐ മ്യൂ എന്ന് എഴുതാം. എൻ ഐ മ്യൂ പ്ലസ് സമ്മേഷൻ ജെ ടി ഐ. സമ്മേഷൻ ജെ എന്ന് പറയുമ്പോൾ 1 to etc എൻ ഐ ആണ്. അപ്പം എൻ ഐ ഇൻറ്റു എന്ത് വരാം? ടി ഐ എന്ന് എഴുതാം. എൻ ഐ ഇൻറ്റു ടി ഐ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1ഉം 2 എന്ന് കൊടുക്കും. ഇക്വേഷൻ 1ഉം 2. ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്? 1 to etc കെയും, അതുപോലെ തന്നെ ജെ എന്ന് പറയുന്നത് എന്താണ്? 1 to etc എന്താണ്? എൻ ഐയും ആണ്. ഇവിടെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് കിട്ടുക ഒന്നുകൂടെ എഴുതാണ്. ജി ഈസ് ഈക്വൽ ടു എന്താണ്? എൻ മ്യൂ പ്ലസ് സമ്മേഷൻ ഐ എൻ ഐ ടി ഐ, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. അതുപോലെ ടി ഐ ഈസ് ഈക്വൽ ടു എൻ ഐ മ്യൂ പ്ലസ് എൻ ഐ ടി ഐ എന്ന് കൊടുക്കും. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 വന്ന് കൊടുക്കും. ഇവിടെ നമ്മളൊരു അസംഷൻ നടത്തുന്നത് വെച്ചാൽ സമ്മേഷൻ ഐ എൻ ഐ ടി ഐ എന്ന് 0 ആയിട്ട് കൊടുക്കും. ഓക്കെ, സമ്മേഷൻ ഐ എൻ ഐ ടി ഐ ഒരു അസംഷൻ നടത്തിയാണ്. സമ്മേഷൻ ഐ എൻ ഐ ടി ഐ ഈസ് ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ ഇത് 0 ആയിട്ട് നമ്മൾ എന്ത് നീക്കിയിട്ട്, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? ജി ഈസ് ഈക്വൽ ടു എൻ മ്യൂ ആയിട്ട് മാറും. ഫസ്റ്റ് ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു എൻ മ്യൂ. അപ്പം നമ്മളുടെ എക്സ്റ്റിമേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റിമേറ്റ് കൊടുക്കണം, മ്യൂ ക്യാപ്പ് എന്ന് കൊടുക്കുന്നു. മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? ജി ബൈ എൻ എന്ന് കിട്ടും. ജി ബൈ എൻ. ഇനി അടുത്തത് രണ്ടാമത്തതാണ്. രണ്ടാമത്തെ കിട്ടും നമുക്ക് ടി ഐയുടെ എസ്റ്റിമേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കിട്ടും ടി ഐ ഈസ് ഈക്വൽ ടു എന്താണ്? എൻ ഐ മ്യൂ പ്ലസ് എൻ ഐ ടി ഐ. അപ്പം എൻ ഐ ടി ഐ ഈസ് ഈക്വൽ ടു കിട്ടും ടി ഐ മൈനസ് എൻ ഐ മ്യൂ. അപ്പം ടി ഐ ഈസ് ഈക്വൽ ടു കിട്ടും ടി ഐ ബൈ എൻ ഐ മൈനസ് എന്ത് വരും? എൻ ഐ മ്യൂ ബൈ എൻ ഐ എന്ന് വരും. എൻ ഐ ക്യാൻസൽ ആവും. ബാക്കി ടി ഐ ബൈ എൻ ഐ മൈനസ് മ്യൂ എന്ന് വരും. അപ്പോൾ ലാസ്റ്റ് ടി ഐ മൈനസ് എൻ ഐ. അപ്പം ഇവിടെ മ്യൂവിൻ്റെ എക്സ്റ്റിമേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ടി ഐയുടെ എക്സ്റ്റിമേറ്റ് കിട്ടും. ടി ഐയുടെ എക്സ്റ്റിമേറ്റ് നമ്മൾ ടി ഐ ക്യാപ്പ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടി ഐ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ടി ഐ ബൈ എൻ ഐ മൈനസ് മ്യൂ ക്യാപ്പ് എന്ന് കിട്ടും. മ്യൂ ക്യാപ്പ് ഇനി മ്യൂവിൻ്റെ എക്സ്റ്റിമേറ്റ് കൊടുക്കുന്നു, അതായത് ജി ബൈ എൻ എന്ന് കിട്ടുന്നു. അപ്പം ഇവിടെ മ്യൂ ക്യാപ്പും ടി ഐ ക്യാപ്പ്, അതായത് മ്യൂവിൻ്റെയും ടി ഐയുടെ എന്ത് കിട്ടി? എക്സ്റ്റിമേറ്റ് നമുക്ക് കിട്ടി. നമുക്ക് ഈ എക്സ്റ്റിമേറ്റ് അവൈലബിൾ ആണ് എങ്കിൽ നമ്മളിത് എന്ത് ചെയ്യും? ഈ എക്സ്റ്റിമേറ്റ് ആർക്കിട്ട് കൊടുക്കും? നിയറസ്റ്റ് സം ഓഫ് സ്ക്വയേഴ്സിന് നമ്മൾ എന്ത് ചെയ്ത് ഇക്വേറ്റ് ചെയ്യും. അതായത് നമുക്കറിയാം നിയറസ്റ്റ് സം ഓഫ് സ്ക്വയേഴ്സ് എന്താണ്? ഈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ജെ ഇ ഐ ജെ. നമുക്ക് ഇപ്പം മ്യൂവിൻ്റെയും ടി ഐയുടെ എന്ത് കിട്ടി? എക്സ്റ്റിമേറ്റ് കിട്ടി. അതായത് സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ മൈനസ് മ്യൂവിൻ്റെ മ്യൂ ക്യാപ്പ് എന്ന് കൊടുക്കും. മ്യൂ ക്യാപ്പ് മൈനസ് ടി ഐ ക്യാപ്പ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്തു? ഈ മ്യൂ ക്യാപ്പും ടി ഐ ക്യാപ്പും എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഐ ജെ, ഇത് വൈ ഐ ജെ മൈനസ് മ്യൂ ക്യാപ്പ് മൈനസ് ടി ഐ ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഇങ്ങനെ എഴുതാം. സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ മൈനസ് മ്യൂ ക്യാപ്പ് മൈനസ് ടി ഐ ക്യാപ്പ് ഇൻറ്റു
വൈ ഐ ജെ മൈനസ് മ്യൂ ക്യാപ് മൈനസ് ടി ഐ ക്യാപ്പ് എന്ന് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നമ്മൾ എങ്ങോട്ട് എഴുതാണ്, ഈസ് ഈക്വൽ ടു ഈ സമ്മേഷൻ ഐ ജെ വൈ ജെ ഇങ്ങോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ ഇൻറ്റു ഇത്, അതായത് സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ ഇൻറ്റു ഈ ടേം, അതായത് വൈ ഐ ജെ മൈനസ് മ്യൂ ക്യാപ് മൈനസ് ടി ഐ ക്യാപ്പ്. അടുത്തത് എന്തായാലും ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതായത് മൈനസ് മ്യൂ ക്യാപ്പ് ഇൻറ്റു എന്തെന്നായിരുന്നു വൈ ഐ ജെ മൈനസ് മ്യൂ ക്യാപ്പ് മൈനസ് ടി ഐ ക്യാപ്പ്. ഓക്കെ, ഇൻറ്റു ബാക്കിയത് മൈനസ് ടി ഐ ക്യാപ്പ് ഇൻറ്റു വൈ ഐ ജെ മൈനസ് മ്യൂ ക്യാപ്പ് മൈനസ് ടി ഐ എന്ന്. ഓക്കെ, ഇനി ഇസ് ഈക്വൽ ടു നമ്മളിനി മ്യൂ ക്യാപ്പിൻ്റെയും അതായത് എക്സ്റ്റിമേറ്റ് വാല്യൂവും ടി ഐ ക്യാപ്പിൻ്റെയും നമ്മൾ ഇത് ഇട്ട് കൊടുക്കും. ഈ രണ്ട് ടേം എന്തായി മാറും, വാനിഷ് ആയിട്ട് അതാണ് നിങ്ങൾ ചെയ്ത് നോക്കിയത്. ലാസ്റ്റ് നമുക്ക് ഈ ഒരു ടേം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റിൽ അതായത് മ്യൂ ക്യാപ്പിനും ടി ഐ ക്യാപ്പിൻ്റെയും ഇത് വാല്യൂ എക്സ്റ്റിമേറ്റഡ് വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം കുറേ ടേംസ് എന്തായിട്ട് മാറും, വാനിഷ് ആയിപ്പോൾ നമുക്ക് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ സ്ക്വയർ മൈനസ് മ്യൂ ക്യാപ്പ് ഇൻറ്റു സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ മൈനസ് സമ്മേഷൻ ഐ ജെ ടി ഐ ക്യാപ്പ് എന്താണ് വൈ ഐ ജെ എന്ന രീതിയിലായിരിക്കും. അത് മറ്റേ ടേംസൊക്കെ എന്തായിട്ട് മാറും, വാനിഷായിട്ട് മാറും. ഓക്കെ, നമ്മളൊക്കെ എന്ത് ചെയ്യാം, ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ സ്ക്വയർ മൈനസ് മ്യൂ ക്യാപ്പ് സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഐ ടി ഐ ക്യാപ്പ് സമ്മേഷൻ ജെ വൈ ഐ ജെ. ഓക്കെ, ആയിട്ടാണ് ഒരുമിച്ച് സമ്മേഷൻ ജെ വൈ ഐ ജെ. ഓക്കെ, ഇനി ഇത് ചെയ്ത് വെച്ചാൽ നമ്മൾ നേരത്തെ മ്യൂ ക്യാപ്പിൻ്റെയും അതുപോലെ തന്നെ ടി ഐ ക്യാപ്പിൻ്റെയും എന്താണ് പിടിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്റ്റിമേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, അതായത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. മ്യൂ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ജി ബൈ എനും അതുപോലെ തന്നെ ടി ഐ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ടി ഐ ബൈ എൻ ഐ മൈനസ് ജി ആയിരുന്നു കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ഈ വാല്യൂ നമ്മൾ എന്താ ഇവിടെ ഇട്ട് കൊടുക്കും, അതായത് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ സ്ക്വയർ മൈനസ് മ്യൂ ക്യാപ്പിൻ്റെ വാല്യൂ എന്താണ്, ജി ബൈ എൻ. അപ്പോൾ തന്നെ സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ നമ്മൾ പറഞ്ഞത് സമ്മേഷൻ ഐ ജെ വൈ ജെ ജി ഇന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്ത് വരും, ഇത് ജി ഇൻറ്റു ജി വരും, അത് ജി സ്ക്വയർ ബൈ എൻ എന്ന് വരും. മൈനസ് അടുത്തത് സമ്മേഷനായി ടി ഐ ക്യാപ്പ് എന്താണ്, സമ്മേഷൻ ഐ ടി ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഐ
ബൈ എൻ ഐ മൈനസ് ജി അല്ലേ. അതിന് ബാക്കി മായ്ക്കുവാണ്. ഇൻറ്റു ജി. ഓക്കെ, ഒരു സമ്മേഷൻ ജെ വൈ ഐ ജി നമ്മൾ നേരത്തെ കൊടുത്തായിരുന്നു. സമ്മേഷൻ ജെ വൈ ഐ ജി എന്നുള്ളത് എന്താണ്? ടി ഐ എന്ന് കൊടുത്തായിരുന്നു. ടി ഐ എന്ന് കൊടുത്തായിരുന്നു. ഓക്കെ, ഇനി എന്ത് കിട്ടും? നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ is equal to summation ij yij square minus g square by n. നമ്മളത് അകത്തോട്ട് കൊടുക്കുന്നത് സമ്മേഷനായി ടി ഐ ബൈ എൻ ഇൻറ്റു ടി ഐ, അതായത് സമ്മേഷൻ ഐ ഇത് വരും ടി ഐ സ്ക്വയർ ബൈ എൻ ഐ. അടുത്തത് സമ്മേഷൻ കൊടുക്കുമ്പം എന്ത് വരും? മൈനസ് എന്തെന്ന് വരും? മൈനസ് ഐ ടി ഐ ബൈ എൻ, സോറി സമ്മേഷൻ ഐ ഇൻറ്റു ജി ഇൻറ്റു ടി ഐ അല്ലേ. മൈനസ് സമ്മേഷൻ, സോ ഇവിടെ ജി ബൈ എൻ ഉണ്ടായിരുന്നു, അതൊക്കെ ജി ബൈ എൻ ഉണ്ടായിരുന്നേ. ഓക്കെ, ഇനി കൊടുക്കുമ്പോൾ കണ്ടു കിട്ടും ജി ഇൻറ്റു ജി ബൈ എൻ ഇൻറ്റു സമ്മേഷൻ ഐ ടി ഐ എന്ന് വരും. എഴുതാം ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ ബൈ എൻ, ജി സ്ക്വയർ ബൈ എൻ മൈനസ് g square by n summation I t I square by n I minus g by n summation I t I, summation I t I, summation I t I എന്താണ്? g ആണ്. നമ്മളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു g വരും. അപ്പോൾ g സ്ക്വയർ ആവും. ഓക്കെ, ബാക്കി എന്ത് വരും? ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ജെ വൈ ഐ ജെ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ ബൈ എൻ. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടാക്കുന്നു. മൈനസ് ഓഫ് നമുക്ക് എഴുതാം സമ്മേഷൻ ടി ഐ സ്ക്വയർ ബൈ എൻ ഐ, സോറി ഇത് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആയിരുന്നേ. ഓക്കെ മൈനസ് സമ്മേഷനായി ടി ഐ ബൈ എൻ ഇൻറ്റു ടി ഐ. അപ്പം ഇവിടെ പ്ലസ്, സോറി മൈനസ് സമ്മേഷനായി ഇൻറ്റു മൈനസ് ജി ബൈ എൻ ഇവിടെ പ്ലസ് ആയി. ഓക്കെ, എന്തൊരു മൈനസ് ജി സ്ക്വയർ ബൈ എൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിതിനെ ഈസ് ഈക്വൽ ടു ഈ ഒരു ടേമിനെ നമ്മൾ എഴുതുന്നു എസ് എസ് ടി മൈനസ് ഈ ഒരു ടേമിന് എസ് എസ് ടി ആർ എഴുതുന്നു. നമ്മൾ അത് കണ്ടുപിടിച്ചത് ഇറ സം ഓഫ് സ്ക്വയർ, അത്
നമ്മൾ ഇറസമ സ്ക്വയറിന് നമ്മൾ സാധാരണ രീതിയിൽ ഡിനോട്ട് ചെയ്യുന്നത് SSE എന്ന് കേട്ടോ. SSE ഈസ് ഈക്വൽ ടു SST മൈനസ് SST ആണെന്ന് എഴുതാം. ഇവിടെ SSE എന്ന് പറയുന്നത് ഇറസമ സ്ക്വയർ, SST എന്ന് പറയുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ. ഇതിനെയാണ് ടോട്ടൽ സം ഓഫ് സ്ക്വയർ എന്നും ഇതെന്ന് പറയുന്നത് എന്താണ് ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് എന്നും ഈ ടേമിനെ പറയാം. ഓക്കെ, അപ്പം ഇനി നോക്കുന്ന വെച്ചാൽ അല്ല, അതായത് നമ്മൾ ആശ്രമം നമുക്ക് എന്നിട്ട് ഈ രീതിയിൽ കിട്ടി. SSE ഈസ് ഈക്വൽ ടു SST മൈനസ് SST ആണെന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ, ഇതെന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളിനി ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. നമ്മൾ മൊത്തം ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നത് N ആണ്. അപ്പം അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഒബ്സർവേഷൻ N ആണ്. N എന്ത് ചെയ്യുക? -1 ആണ് ടോട്ടൽ സം ഓഫ് സ്ക്വയറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതുപോലെ തന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് മൊത്തത്തിൽ K ലെവൽ ഉണ്ട്. അപ്പം K -1 ആണ് എന്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതുപോലെ നമുക്ക് ഇറസം ഓഫ് സ്ക്വയറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ഇറസം ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എന്താണ്? ടോട്ടൽ സം ഓഫ് സ്ക്വയർ മൈനസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർ. അപ്പം ടോട്ടലിൽ N-1 മൈനസ് K-1, അതായത് N മൈനസ് K എന്ന് കിട്ടും. അപ്പം നോക്കി, അപ്പം ഇതാണ് എന്ത് വൺ വേ ക്ലാസിഫിക്കേഷൻ്റെ അനോവ ടേബിൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ ടേമാണ് സോഴ്സ് ഓഫ് വേരിയേഷൻ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സം ഓഫ് സ്ക്വയേഴ്സ്, മീൻ സ്ക്വയർ, എഫ് റേഷ്യോ. സോഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ്, ഇറർ, ടോട്ടൽ. ട്രീറ്റ്മെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം K-1, ടോട്ടലിൻ്റെ N-1, ഇററിൻ്റെ എന്ന് പറയുന്നത് N-K. ഇവിടെ ഇതെന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ്, ടോട്ടൽ സം ഓഫ് സ്ക്വയറിൻ്റെ ടോട്ടൽ അല്ല, ട്രീറ്റ്മെൻറ്റ് സം ഓഫ് സ്ക്വയർ എന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് തന്നെ എന്താണ്? ഈ ടേം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമ്മേഷനായി NA/N മൈനസ് D സ്ക്വയർ എന്ന N. ഇത് ടോട്ടലിൻ്റെ സം ഓഫ് സ്ക്വയർ. ഇത് സം ഓഫ് സ്ക്വയറിൻ്റെ എന്നത് SST മൈനസ് SSTR ആണ്. ഓക്കെ, അടുത്തത് മീൻ സ്ക്വയർ. മീൻ സ്ക്വയർ എന്ന് പറയുന്നത് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയർ ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് മീൻ സ്ക്വയറിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ട്രീറ്റ്മെൻറ്റ് മീൻ സ്ക്വയർ കിട്ടും. അതുപോലെ തന്നെ ഇററിൻ്റെ മീൻ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് സം ഓഫ് സ്ക്വയർ ഡിവൈഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് SSE ഡിവൈഡ് ബൈ N-K ചെയ്യുമ്പോൾ ഇററിൻ്റെ മീൻ സ്ക്വയർ കിട്ടും. അടുത്താണ് എഫ് റേഷ്യോ. എഫ് എന്ന് പറയുന്നത് എന്താണ്? മീൻ സ്ക്വയർ ട്രീറ്റ്മെൻറ്റ് മീൻ സ്ക്വയർ ഡിവൈഡ് ബൈ ഇററിൻ്റെ മീൻ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എഫ് റേഷ്യോ കിട്ടും. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? H0 എന്ന് പറയുന്നത് എന്താണ്? μ1 = μ2 = എന്താണ്? μK ആണ് എന്ത്? H0. ഇവിടെ F greater than F alpha ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് K-1, എന്താണ്? N-K. F greater than F alpha ആണെങ്കിൽ നമ്മൾ H0 എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ അനോവ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് വൺ വേ ക്ലാസിഫിക്കേഷൻ അനോവ ടേബിൾ. നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇതിൽ എഴുതുന്നു. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ഇതാണ് അനാലിസിസ് ഓഫ് വൺ വേ ക്ലാസിഫൈഡ് ഡേറ്റ.